വെറുതെ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് ഇതുപോലത്തെ ഗ്രിൽഡ് ചിക്കനും അൽഫാമും ഒക്കെ വാങ്ങുന്ന നേരം ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുക്കർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു ചിക്കൻ വാങ്ങിച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓയിലൊന്നും ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ ഇതിൽ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മസാലയിൽ ഞാൻ 1 സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. അത് ഒഴിവാക്കിയാൽ കൂടി നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത്രയും ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു പകുതി ചിക്കൻ എടുത്ത് അത് നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലോട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാനൊരു മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട്, അത്യാവശ്യം വലിയ തക്കാളി എടുത്താലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പൊടിക്ക് കൂടുതൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും, കാരണം അത്രയും വലിയ പീസാണ്. പിന്നെ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഒക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂണിനടുത്ത് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഒരു 2 3 വരെയൊക്കെ ടേബിൾ സ്പൂൺ സുർക്ക ചേർക്കാം. പിന്നെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് നിർബന്ധമല്ല, വെളിച്ചെണ്ണ നിർബന്ധമല്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അതില്ലാതെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇതെല്ലാം കൂടി മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കളറിന് വേണ്ടി ഒരു നുള്ളു ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, അത് താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി നമ്മൾ കുക്കർ എടുക്കുക, അതിൽ വെള്ളം ഒന്നും ആവശ്യമില്ല, ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ കുക്കറൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാല ഉണ്ടാവുമല്ലോ, നമ്മൾ എന്തായാലും മാരിനേറ്റ് ചെയ്ത അടിഭാഗത്ത് ഇത് നമ്മളൊരു 5 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 1 2 മണിക്കൂറൊക്കെ വെച്ചിട്ടോ അപ്പം തന്നെയോ വേണമെങ്കിൽ ചെയ്തെടുക്കുക. എന്തായാലും അതിലെ വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലിന് വേവിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ ഇടുക. ആവി മുഴുവനും പോയി കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഉണ്ടാവും, അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അതായത് ഇതുപോലെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുനിന്ന് ചിക്കൻ പീസസ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ എന്തായാലും നമ്മളെ കുക്കറിൽ കുറേയൊക്കെ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തേക്കും ഒന്നങ്ങ് ആക്കി കൊടുക്കും. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ചിക്കനിൽ മൊത്തത്തിൽ അതങ്ങ് കോട്ടായിട്ട് നിന്നോളും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു മസാല പതുക്കെ ചട്ടിയിൽ കടന്ന് ഇങ്ങനെ ഗ്രില്ലായിട്ട് വരണം, അതായത് ഇങ്ങനെ മൊരിഞ്ഞ് വരണം. 2 സൈഡും ഒന്ന് നല്ലോണം ചുട്ടെടുക്കണേ. നല്ല ചുട്ടെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ ചെയ്ത ശേഷം 2 സൈഡും ഒന്ന് മറിച്ചിട്ട് നല്ലോണം ഒന്ന് ഗ്രില്ല് ചെയ്ത് പോലെ ആക്കിയെടുത്തിട്ട്, ശരിക്കും നമ്മളൊരു പാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ചിക്കൻ ഉൾഭാഗം ഭയങ്കര സോഫ്റ്റ്, കാരണം കുക്കറിൽ ഉണ്ടാക്കിയോണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിൽ ചെറിയൊരു വിറക് കഷ്ണം എന്തെങ്കിലും നല്ലോണം കത്തിച്ച് തുള്ളി വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവർ കൂടി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്